പ്രശ്നം പറയാനെത്തുന്ന ജനങ്ങളെ വില കുറച്ച് കണ്ട് മാണ്ടിയിലെ ബി.ജെ.പി. എം പി കങ്കണ റണാവത്ത് താൻ ഒരു എം പിയാണ്, പക്ഷേ ആളുകൾ പഞ്ചായത്ത് തലത്തിലുള്ള പ്രശ്നങ്ങൾ പറഞ്ഞ് തൻ്റെ അടുത്ത് എത്തുന്നു. എപ്പോൾ ആളുകളെ കണ്ടാലും അവർ തകർന്ന റോഡിനെ പറ്റിയാണ് പറയുന്നത് എന്നുമാണ് കങ്കണയുടെ പ്രതികരണം. അതൊന്നും താനല്ല പരിഹരിക്കേണ്ടത് എന്നും കങ്കണ റണാവത്ത് ഒരു ചാനലിന് നൽകിയ അഭിമുഖത്തിലാണ് കങ്കണയുടെ ഈ പരാമർശം. അനൂപ് ദാസ് വിവരങ്ങളുമായിട്ട്. അനൂപ്, ഒരു എം പി എന്ന നിലയ്ക്ക് ജനങ്ങൾ പല വിഷയങ്ങളും അവരുടെ ആകുലതകളൊക്കെ പങ്കുവയ്ക്കും. അതൊക്കെ കേൾക്കാനൊക്കെ ബാധ്യസ്ഥനാണ്, ഉത്തരവാദിത്വപ്പെട്ട ആളാണ് എം പി ചുമതലയിൽ ഇരിക്കേണ്ടത്. ഇതെന്ത് വർത്തമാനമാണ് കങ്കണ പറയുന്നത്? അതെ, ഒരു രാഷ്ട്രീയവുമായി യാതൊരു ബന്ധവുമില്ലാത്ത ഒരാൾ ഒരു എം പി ആയി തിരഞ്ഞെടുക്കപ്പെട്ടാൽ എന്താണ് സംഭവിക്കുക എന്നതിൻ്റെ കാഴ്ചയാണ് കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കഴിഞ്ഞതിന് ശേഷം ഈ ദിവസം വരെ ഹിമാചൽ പ്രദേശിലെ മണ്ടിയിൽ നിന്ന് കാണുന്നത്. ഇപ്പോൾ ഏറ്റവും ഒടുവിൽ കങ്കണ പറയുന്നു, എന്നെ ഒരുപാട് ആളുകൾ കാണാൻ വരും, അവരൊക്കെ പഞ്ചായത്ത് തലത്തിലുള്ള പുച്ഛത്തോടെ പഞ്ചായത്ത് തലത്തിലുള്ള പ്രശ്നങ്ങളാണ് എന്നോട് പറയുന്നത്. ഞാനൊരു എം പി അല്ലേ? എം പി എന്നാൽ ഒരു ജനപ്രതിനിധിയാണ്, ജനങ്ങൾ തിരഞ്ഞെടുക്കുന്ന ആളാണ്. ജനങ്ങൾ അവരുടെ ആകുലതകൾ, വിഷമങ്ങൾ, പ്രശ്നങ്ങളൊക്കെ എം പിയോട് പറയും. അവർക്ക് പറ്റാവുന്നത് പരിഹരിക്കാനുള്ള ശ്രമം നടത്തുക എന്നുള്ളതാണ് മറ്റെല്ലാ പ്രധാനപ്പെട്ട എം പിമാരൊക്കെ ചെയ്യുന്നത്. പക്ഷേ ഇവരങ്ങനെ ചെയ്തില്ല എന്ന് മാത്രമല്ല, മണ്ടിയിൽ കഴിഞ്ഞ ദിവസം വലിയ പ്രളയമുണ്ടായി. ഇപ്പോഴും ആളുകളെ കാണാനുണ്ട്, തിരച്ചിൽ നടന്നുകൊണ്ടിരിക്കുന്നു. അവിടെ ദിവസങ്ങൾക്ക് ശേഷം പോയ എം പിയോട് പ്രശ്നങ്ങൾ ജനങ്ങൾ പറയുമ്പോൾ ഇതൊന്നും ഞാൻ ചെയ്യേണ്ടതല്ല, എം പിയുടെ പണി ഇതല്ല എന്നായിരുന്നു മറുപടി. ഇങ്ങനെ ധാർഷ്ട്യത്തോടെ ജനങ്ങളുടെ പരാതിക്ക് പുല്ലുവില കാണിച്ച് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ് മണ്ടിയിൽ നിന്നുള്ള ബി.ജെ.പി. എം പിയും പ്രമുഖ നടിയുമായിട്ടുള്ള കങ്കണ റണാവത്ത്. സാധാരണ ജനങ്ങളുടെ മനുഷ്യൻ്റെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാത്ത ആളുകളെ എന്തിനാണ് ഇതുപോലെയുള്ള എം പി സ്ഥാനങ്ങളിലേക്കൊക്കെ കൊണ്ടെത്തിക്കുന്നത് പാർട്ടികൾ ആലോചിക്കേണ്ടതാണ്. എന്തായാലും ബി.ജെ.പിയുടെ അംഗമായിട്ടാണ് കങ്കണ റണാവത്ത് എം പി ആയി മാറിയത്. ഈ മാതിരി പ്രവർത്തനങ്ങളാണെങ്കിൽ അല്ലെങ്കിൽ വർത്തമാനങ്ങളാണെങ്കിൽ സ്വാഭാവികമായിട്ടും അടുത്ത തെരഞ്ഞെടുപ്പിൽ ജനങ്ങൾ തന്നെ അതിന് കൃത്യമായ മറുപടി നൽകുമെന്ന് നമുക്ക് പ്രതീക്ഷിക്കാം.